ഹലോ ഫ്രണ്ട്സ്, ഒഴിവിസിൻ്റെ പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏവർക്കും സാധനം. നമ്മളിപ്പോൾ ജഡായു എർത്ത് സെൻറ്ററിലാട്ടോ. അപ്പോൾ അതായത് ഞങ്ങൾ വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം. ദിവ്യയും അതുപോലെ തന്നെ കുഞ്ഞും ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ബിബിംബ്രോയും ഫാമിലി ഉണ്ട് കൂടെ. ബിബിംബ്രോയുടെ കുഞ്ഞാവയുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറി ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ജഡായു എർത്ത് സെൻറ്ററിൻ്റെ കവാടത്തിലെത്തിയിട്ടോ. ഇവിടെയൊക്കെ ആയിട്ടാണ് കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്നത്. കാർ പാർക്കിങ്ങിന് 30 രൂപയായിട്ട് വരുന്നത്. അത് ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. ഇവിടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് ഫെസിലിറ്റി ഒന്നും ഇല്ല കേട്ടോ. ഇത് ഇവിടെയായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളെല്ലാം വരുന്നത്. നമുക്കിത് ഇവിടെ ടിക്കറ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ജഡായു ശില്പത്തിലേക്ക് കാൽനടയായി പോകാനുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 826 സ്റ്റെപ്പുകളാണ് ഇവിടെ വരുന്നത്. അതുപോലെ നടന്നു പോകാനുള്ളവർക്ക് 325 രൂപയായിട്ട് ഇവിടെ മുഴുവൻ ഫീ വരുന്നത്. അതല്ലെങ്കിൽ 555 രൂപയ്ക്ക് ഒരാൾക്ക് കേബിൾ കാറിൽ പോയി കണ്ടുവരാനുള്ള ടിക്കറ്റ് റേറ്റ് വരുന്നത് 555 രൂപയായിട്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് ഉള്ളിലോട്ട് കയറാൻ തുടങ്ങി കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 90 സെൻറ്റിമീറ്ററിൽ പൊക്കമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫുൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ പൊക്കത്തിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് കഴിഞ്ഞ് അകത്തേക്ക് കയറി കേട്ടോ. ഇനി ഒരു എൻട്രൻസും കൂടെ ഉണ്ട്. അതിനകത്തോടെ കയറി വേണം നമ്മൾ കേബിൾ കാറിന് അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ നടന്നത് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടോ. ഇവിടെ ഒരു ലോഞ്ച് ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ സെക്ഷനായിട്ടോ അകത്തേക്ക് കയറ്റിയിടുന്നത്. അതുപോലെ തന്നെ കേബിൾ കാറിന് ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ കേട്ടോ. ഇവിടെ ഗൂഗിൾ പേ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. താഴെ മാത്രമാണ് ക്യാഷ് മാത്രം എടുക്കുന്നത്. ഇവിടെ നമുക്ക് കാർഡ് പേ ചെയ്ത് കാർഡ് വെച്ച് നമുക്ക് ടിക്കറ്റ് റേറ്റ് കൊടുക്കാൻ പറ്റും. കുഞ്ഞു നമുക്ക് റോപ്പയിലേക്ക് കയറി പോകണ്ടേ? നമ്മൾ 4 പേർക്ക് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുത്ത് ഇതാട്ടോ. നമ്മളിവിടെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ വേറെ കാഴ്ച ഉണ്ട് കേട്ടോ. നമ്മൾ അകത്തേക്ക് കയറാൻ നേരത്ത് ഇവർ നമ്മുടെ എല്ലാം ഫോട്ടോ എടുത്തിട്ടാട്ടോ ഇവിടുന്ന്. ഇവിടെ നമ്മുടെ ഫാമിലി ഫോട്ടോയൊക്കെ അവരെടുത്തു കേട്ടോ. അതേ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ദിവ്യയുടെ കയ്യിൽ ഒരു സംഭവമൊക്കെ അവർ കെട്ടി തന്നു കേട്ടോ. ഇനി തിരിച്ചറിയുമ്പോൾ നമുക്ക് വേണേൽ ഫോട്ടോ പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ഈ ഫോട്ടോ നമുക്ക് അയച്ച് മേടിക്കാമെന്നൊക്കെ കേട്ടോ അവർ പറഞ്ഞ്. നമുക്ക് എന്തായാലും നോക്കാം. കേബിൾ കാറിൻ്റെ ആ ഒരു ബോർഡിങ്ങിൻ്റെ ആ സ്ഥലത്തേക്ക് ഇതിൽ കുറച്ച് ദൂരം കയറി പോകണം കേട്ടോ. മുകളിലായിട്ടാണ് നമ്മുടെ ആ കേബിൾ കാറിൻ്റെ ഇതൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൻ്റെ ബോർഡിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടത് ഒത്തിരി പേര് ഈ കേബിൾ കാറിന് മേളിലോട്ട് പോകാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തത് ഇവിടെ ക്യൂവിൽ നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ചെന്ന് പുറകിൽ ക്യൂവിൽ നിൽക്കാം. ഈ കേബിൾ കാറിന് ഇത്രയും രൂപയാണ് ടിക്കറ്റെങ്കിലും എല്ലാവരും കേബിൾ കാർ വഴിയായിട്ടോ പോകുന്നത്. ആരും തന്നെ നടന്ന് സ്റ്റെപ്പ് കയറിയൊന്നും പോകുന്നില്ല കേട്ടോ. കാരണം ഇത്രയും സ്റ്റെപ്പുകൾ കയറി മേളിൽ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും മടുത്തു പോകും. 4 കമ്പാർട്ട്മെൻറ്റ് വെച്ചത് ആയിട്ടാട്ടോ നമ്മുടെ ഈ കേബിൾ കാർ വരുന്നത്. എല്ലാവരും ഇത് കയറാനായിട്ട് തിരക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിജയകരമായി കേബിൾ കാറിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. സംഭവം അടിപൊളിയുണ്ട്, ഒരു രക്ഷയില്ല. അത് നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിവ്യ എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാനേ അടിപൊളി, സൂപ്പർ. ഒരു ചാട്ടം മുലുക്കൊക്കെ ഉണ്ട് കേട്ടോ. താഴെ പോകുന്ന അറിയത്തില്ല. ഇതേ നമ്മുടെ പുറകിലായിട്ട് ഒരു 3 കേബിൾ കാർ കൂടെ മേളിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. താഴേക്കുള്ള വ്യൂ അടിപൊളി കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ അത് അത്യാവശ്യം നല്ല അടിപൊളി ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല പൊക്കത്തായിട്ടാണ് ഈ ജഡായു പാറ നിൽക്കുന്നത്. ഇവിടെയായിട്ട് ഇതേ ഒരു ഹെലിപ്പാഡും കാണാം കേട്ടോ. കുഞ്ഞു പേടിയാവുന്നുണ്ടോ? ഇല്ലേ? കുഞ്ഞുവിന് ഇത്ര ഹൈറ്റ് ചെയ്ത് താഴേക്ക് നോക്കി ഇതേ പാറയൊക്കെ നോക്കിക്കേ. കേബിൾ കാർ വേഗത കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുന്നതാണ്. ഇത് വീഡിയോക്കകത്ത് വരും കേട്ടോ. നമ്മളിവിടെ കേബിൾ കാർ കയറുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇരുന്നാണ് യാത്ര ചെയ്യാവുള്ളൂ, നിൽക്കരുതെന്നൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് താഴേക്ക് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കാണാം കേട്ടോ. ഒരു പാറക്കെട്ട്, ഒരു ചെറിയൊരു കുളം പോലെയൊക്കെ വെള്ളം കിടക്കുന്ന ഒരു സ്ഥലമൊക്കെ കാണാം കേട്ടോ. കാൽനടയായിട്ട് പോയവർ താഴെ കൂടെ തിരിച്ചൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമുക്കിതിൽ സ്റ്റെപ്പ് കയറി പോയാലും തിരിച്ച് കേബിൾ കാറിന് വരാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. 160 രൂപ കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ജഡായു പാറയിൽ എത്തിയിട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ കേബിൾ കാറിൽ പെട്ടെന്ന് തന്നെ മേളിലെത്തിയിട്ടോ. കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ജഡായു ശില്പം ഇതാട്ടോ. ഇവിടെ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലയാളികൾ വളരെ കുറവാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ കേബിൾ കാർ പോകുന്ന ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമില്ലേന്ന് നോക്കി. ക്രോസ് കേബിൾ കാറുകൾ തമ്മിൽ മുട്ടുമെന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. എന്നാലും 2 കേബിൾ കാറും തമ്മിൽ അത്യാവശ്യം ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ.
രാവണൻ്റെ വെട്ടേറ്റ് ചിറകറ്റ് വീണ ജടായുവാട്ടോ ഈ കാണുന്നത്. ചിറക് അറ്റ രീതിയിലാണ് ഇവിടെ ഈ ജടായു കിടക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ വെച്ച് പക്ഷികളുടെ ശില്പത്തിൽ ഏറ്റവും വലിയ ശില്പമാട്ടോ ഈ കാണുന്നത്. വലിയ പാറക്കല്ലുകൾ കൊണ്ടാണ് ഈ ശില്പം തീർത്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ഭീകരത മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതിന് ചോട്ടി വന്ന് നിന്ന് നോക്കണം. എന്നാലാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ. ഗുരു എന്ന ഫേമസ് സിനിമയൊക്കെ ചെയ്ത രാജീവ് അഞ്ചൽ എന്നുള്ള ആളാട്ടോ ഇതിൻ്റെ ശില്പി. എന്തായാലും ഈ ജടായുവിൻ്റെ ഒരു ശില്പം ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാട്ടോ. ഇവിടെ ആയിട്ട് ഇത് ONVയുടെ ഒരു കവിതയും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ജടായുവിൻ്റെ ചിറകുകളാട്ടോ ഈ കാണുന്നത്. എന്ത് രസമാണെന്ന് നോക്കി. നല്ല നീളത്തിൽ നല്ല അടിപൊളി രീതിയിലാട്ടോ ഈ സംഭവമൊക്കെ ഇവിടെ പണിതിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർക്ക് വിശ്രമിക്കാനും കാറ്റുകൊണ്ടിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്ത് ഈ പുല്ല് വിരിച്ച് പിള്ളേർക്കൊക്കെ ഓടിക്കളിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ശില്പത്തിൽ ഇരിക്കാനും അതുപോലെ തന്നെ കയറി നിൽക്കാനോ ഒന്നും പാടില്ല എന്നുള്ളത് ഇവിടെ പ്രത്യേകം ബോർഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ മുകളിൽ കയറി ഇരുന്നോ അല്ലെങ്കിൽ നിന്നൊന്ന് ഫോട്ടോയൊക്കെ എടുക്കാതിരിക്കുക. ജടായുവിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വരുന്ന ഇതാട്ടോ. അത് ഇവിടെ നിൽക്കുമ്പോൾ അറിയാം നമുക്ക് ഇതിൻ്റെ വലിപ്പം എന്തോരം ഉണ്ടെന്നുള്ളത്. ഇവിടെ നിന്നേ പ്രകൃതിയുടെ നല്ല ലാൻഡ്സ്കേപ്പ് ഭംഗി ആസ്വദിക്കാം കേട്ടോ. ഇവിടെ എന്തോ പണികൾ നടത്തുന്നതിന് ആവശ്യമായിട്ട് ഇത് ഇവിടെ റോപ്പ കാര്യങ്ങളൊക്കെ വലിച്ചു നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടോ ഇതിവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിൽ സ്റ്റെപ്പുകൾ കയറ്റി സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ച് പണി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്കെന്തായാലും അതിൻ്റെ താഴെയാണ് ഇതിൻ്റെ എൻട്രൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ ഈ അമ്പലത്തിലൊന്ന് കയറാം കേട്ടോ. ജടായു രാമ ടെമ്പിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു അമ്പലമാട്ടോ ഇത്. ഇവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. ഈ അമ്പലത്തിലേക്ക് വരാനായിട്ടും 1000-ഓളം സ്റ്റെപ്പുകളുടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതായി കഴിയുമ്പോഴത്തേക്കും അതിലൂടെ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അതുപോലെ തന്നെ ജടായുടെ ഒരു ദൃശ്യം ഇവിടെ വന്നു കഴിഞ്ഞാലും കാണാൻ പറ്റും. ഇവിടെ ഈ പണികളൊക്കെ പൂർത്തിയായതിനു ശേഷം നമുക്ക് അതിലെ ടിക്കറ്റ് എടുക്കാതെയൊക്കെ ഇതിൽ അമ്പലത്തിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കാണാനൊക്കെ പറ്റും കേട്ടോ. ഇവിടെയായിട്ട് ഇതേ കുറേ സ്വാമിമാരുടെ ഇതൊക്കെ ശില്പങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കല്ലിൽ തീർത്താണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാട്ടോ. അമ്പലത്തിൻ്റെ സൈഡിലേക്ക് വന്നത് കുറേ കുരങ്ങന്മാരൊക്കെ ഇതിൽ നടപ്പുണ്ട്. ഇതൊരു കുഞ്ഞി കുരങ്ങ് അമ്മ കുരങ്ങിൻ്റെ മടിയിലിരിക്കുക കേട്ടോ. കാണാൻ എന്ത് രസമാണെന്ന് നോക്കി. ഇവിടെയായിട്ട് ഇത് ശ്രീരാമ പാദവും ഉണ്ട് കേട്ടോ. നമുക്കത് കാണാം. ഈ കാണുന്നതാണ് ശ്രീരാമപാദം. ഇവിടെ ഒരു വിളക്കൊക്കെ വെച്ച് ഇവരിവിടെ ഇതൊക്കെ ആരാധിച്ച് പോരുന്നു കേട്ടോ. ഇതേ 2 കുട്ടിക്കുരങ്ങന്മാർ ഒരു ചേട്ടൻ്റെ തലയിലേക്ക് കയറി നിൽപ്പുണ്ട് കേട്ടോ. കുറുമ്പൊക്കെ കാണിച്ച് നിൽക്കും കേട്ടോ. അവർ ഓടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജടായിപ്പാറയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇറങ്ങിയിട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു? പോയോ? അടിപൊളി. റോപ്പിൽ ആദ്യമായിട്ട് കയറുന്ന സൂപ്പറായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.